അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2024 നടന്ന 2ാം ക്ലാസ്സിലെ കിതാബത്തിൻ്റെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ നോക്കി എഴുതാനാണ്. ഇവിടെ നമ്മുടെ റബ്ബാണ് അല്ലാഹു, നമുക്ക് നിസ്കരിക്കാം, ഞാൻ മുസ്ലിമാണ്, വ അലൈക്കുമുസ്സലാം, അതൊക്കെ അതേ രൂപത്തിൽ ഇപ്പുറത്തേക്ക് നോക്കി എഴുതുക എന്നുള്ളതാണ് ആദ്യത്തേത് ചെയ്യാനുള്ളത്. ഇനി രണ്ടാമത്തേത് ക്രമത്തിൽ എഴുതാനുള്ളതാണ്. ഇവിടെ ക്രമം തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ക്രമത്തിൽ എഴുതണം. അങ്ങനെ എഴുതണം: അൽഹംദുലില്ലാഹില്ലദി അത്അമനി. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ചൊല്ലൽ സുന്നത്തുള്ളതുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അൽഹംദു അവിടെ കൊടുത്തിട്ട് ലില്ലാഹി അത്അമനി അൽഹംദു അല്ലദി എന്നാണ് കൊടുത്തത്. അത് യോജിച്ചിട്ട് എങ്ങനെ എഴുതും? അൽഹംദുലില്ലാഹില്ലദി അത്അമനി. അടുത്തത് സിത്താ സമാനിയ തിസ്ആ അശറ. അത് നമ്മൾ ബൈത്താണ്. അതിലെങ്ങനെ സിത്താ സബ്അ സമാനിയ തിസ്ആ, അങ്ങനെയാണ് ക്രമത്തിൽ എഴുതേണ്ടത്. അടുത്ത നിസ്കാരത്തെ വുളൂ ചെയ്യുന്നു, ഞാൻ ഹലാലാക്കുന്നു. ഇത് വുളൂഇൻ്റെ നിയ്യത്താണ്. എങ്ങനെ എഴുതണം? നിസ്കാരത്തെ ഹലാലാക്കാൻ ഞാൻ വുളൂ ചെയ്യുന്നു. ഇനി അടുത്ത ഇന്നൽ ഇസ്ലാമ ഇൻദല്ലാഹി അദ്ദീൻ. ഒരു പാഠത്തിൽ അവസാനത്തെ കോളത്തിലുണ്ടാവും. ഒരു പാഠത്തിലെ കോളത്തിൽ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നിങ്ങനെ ഓർഡറാക്കി എഴുതുകയാണ് അത് ചെയ്യേണ്ടത്. ഇനി പൂരിപ്പിക്കാനുള്ളതാണ്. 9 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഡാഷ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൂതൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10 ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ഡാഷ് വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. 11 വൃത്തിയും ശുദ്ധിയും പാലിക്കുന്നവരെ ഡാഷ് ഇഷ്ടപ്പെടുന്നു. ആരിഷ്ടപ്പെടുന്നു? അള്ളാഹു ഇഷ്ടപ്പെടുന്നു. 12 ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഡാഷും വായയും കഴുകണം. ഇരു കൈയും വായയും കഴുകണം. 13 ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ഡാഷ് കാണിക്കുക. എന്ത് കാണിക്കുക? കരുണ കാണിക്കുക. ഇനി അടുത്തത് പദങ്ങൾ നിർമ്മിക്കുക എന്നാണ്. ചില അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറബി മലയാള അക്ഷരങ്ങളാണ്. അത് വെച്ചിട്ട് നമുക്ക് വാക്കുകൾ ഉണ്ടാക്കണം. ഓ എന്നുള്ള അക്ഷരം വെച്ചിട്ട് ഓല, ഞാ വെച്ചിട്ട് മഞ്ഞ, ഡ വെച്ചിട്ട് കട, ള വെച്ചിട്ട് വള, പ വെച്ചിട്ട് പന. അങ്ങനെ ഏത് വാക്കുകളുമാണെങ്കിൽ അവിടെ എഴുതി കൊടുക്കാവുന്നതാണ്. ഇവിടെ കൊടുത്ത അക്ഷരങ്ങൾ വെച്ച് അതിലുണ്ടാകണം എന്ന് മാത്രം. ഇനി അടുത്തത് ഹർക്കത്തിടുക. ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്. ഈ 5 ഫത്തഹും കെസറും ലൊമ്മൊന്നും കൊടുത്തിട്ടില്ല. പുള്ളികളൊക്കെ കാണാം. അപ്പോൾ അതിനത് കൊടുക്കണം. ഏതുപോലെ ഇറഹമു ഇവിടെ കണ്ടില്ല, ഇറഹമും മംഫിൽ അർലി എന്ന് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഫത്തഹും കെസറൊന്നും കാണില്ലല്ലോ. അപ്പോൾ ഇതേപോലെ ഇറഹമു മംഫിൽ അർലി എന്നതുപോലെ ഇതിനെന്ത് ചെയ്യണം? ഫത്തഹും കെസറിടുക. അടുത്തതിന് മിഫ്താഹുൽ ജന്നത്തി അസ്സലാഹ് എന്നതിന് ഫത്തഹും കെസറിടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അതിനൊക്കെ എന്ത് ചെയ്യുക? ഫത്തഹും കസറും ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യാനുള്ളത്. ഇനി അടുത്തത് ശരിയായത് എടുത്തെഴുതുക. സുഗന്ധം എന്നാണ്. ഇതാണ് ശരിയായ എത്ത്. സുഗന്ധം എന്നത് ഇതാണ് ശരിയായ എത്ത്. ഇവിടെ 3 രൂപം കൊടുത്തിട്ടുണ്ട്. അതിൽ ശരിയായത് ഈ രൂപമാണ്. അടുത്തത് സ്വർഗം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്വർഗം. കണ്ടാ, സ്വർഗം. ഇങ്ങനെയാണ് സ്വർഗം എന്ന് എഴുതേണ്ടത് ശരിയായ രൂപം. ഇവിടെ 3 രൂപത്തിൽ ഭക്ഷണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലാണ് ഭക്ഷണം എന്ന് എഴുതേണ്ടത്. ഓക്കെ, ഭക്ഷണം എന്ന് എഴുതൽ ഇങ്ങനെയാണ്. അവിടെ ലാസ്റ്റ് കാണുന്ന ഈ രൂപത്തിലാണ് ഭക്ഷണം എന്ന് എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താണ്? വാചകം നിർമ്മിക്കുക. ചില പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കണം. അത് ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഒന്ന് പോയി എന്നാണ്. എന്താ പോയി വെച്ചിട്ട് നമ്മളെഴുതി? സിനാനി പോയി. ഇനി കൊടുത്തു എന്നാണ്. മക്കൾ കൊടുത്തു. ഇനി കണ്ടു, ഞാൻ കണ്ടു. കുടിച്ചു, ചായ കുടിച്ചു. പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു. ഇങ്ങനെ ആ പദങ്ങൾ വെച്ചിട്ട് ഓരോ വാക്കുകൾ നിർമ്മിക്കുക എന്നുള്ളതാണ്, ഒരു വാചകം നിർമ്മിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഈ രൂപത്തിലാണ് 2024 ക്വസ്റ്റ്യൻ പേപ്പറുകൾ. മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളും കൃത്യമായി വായിച്ച് മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.